പറയുന്നു. അങ്ങേര് മഹാ ചീത്തയാണ്. എന്തോ ചീത്ത എന്ന് പറഞ്ഞാല്? അങ്ങേര് കള്ളുകൂടിയനാണ്. കള്ളു കുടിക്കുന്ന ചീത്തയാണ്? അതെ. ഞാനും കള്ളു കുടിക്കുമല്ലോ. അത് അത് ഇത് അങ്ങനെയല്ല, അങ്ങേര് ചട്ടമ്പിയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയില്ലെങ്കിൽ തോന്നണ്ട. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാൻ ചോദിച്ച കാര്യം മാത്രം പറഞ്ഞില്ല. എന്ത്? അങ്ങേര് വീട്ടിലേക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരത്തില്ല. നീ പറഞ്ഞു തന്നില്ലെങ്കിലേ നിന്റെ അച്ഛൻ പറഞ്ഞു തരും. ശിവരാമൻ നായരെ, ശിവരാമൻ നായരെ. അപ്പോഴേക്കും അങ്ങോട്ട് പെണിഞ്ഞു. അച്ഛനെ വിളിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു കടലാസും പെൻസിലും എടുത്തോ, എഴുതി വെച്ചു. കടലാസും പെൻസിലും ഒന്നും വേണ്ട, നീ അങ്ങ് പറഞ്ഞാ മതി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയ ഒരു കടവുണ്ട്. കടവ് കടന്ന് നേരെ പോയാൽ ഒരു മുക്കുണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്ന റോഡ് ഇടതോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ മതി. സൈക്കിൾ ഒന്ന് എടുത്തോട്ടെ. ഇവിടെ വരെ. ഇവിടെ വരെ. ഇവിടെ വരെ. അതാരും തിരക്കുന്നില്ല, അറിയേണ്ട കാര്യമില്ല. എന്നിട്ടും വെറുതെ തിരക്കുന്നു. എങ്ങോട്ടാണ്? ഉത്തരം വീണ്ടും ഇവിടെ വരെ. എവിടെ? ദാ ഇവിടെ. ഇവിടം രഹസ്യമാണ്, അതാരും ആർക്കും വിട്ടുകൊടുക്കില്ല. എങ്ങോട്ടാ? ഇവിടെ. എവിടെ? ഇവിടെ. 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 ഇവിടെ വരെ. ഇതാ ഇവിടെ വരെ. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതാണോ പൈലിയുടെ വീട്? അതെ. പൈലി ഇവിടെ ഉണ്ടോ? ഇല്ല. എപ്പോ വരും? അവന്റെ കാര്യം അങ്ങനെ പറയാനൊന്നും നോക്കൂല. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാന് വാലുപറമ്പിലെ വീട്ടിൽ പുതുതായിട്ട് താമസത്തിന് വന്നതാ. ഒരു ചിത്രകാരനാ. ദേശാടനത്തിന് ഇറങ്ങിയ കൂട്ടത്തില് ഇതിലേ വന്നതാ. ഇന്നലെ ചാരായ ഷാപ്പിൽ വെച്ച് ഞാനും പൈലിയും കൂടി ചെറിയ കശുവിശ ഉണ്ടായി. കണ്ടപ്പോഴേ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു. ഇരുന്നാട്ടെ. അവിടെ വന്ന് എന്നെ കൊല്ലുമെന്ന് ആ പൈലി ആശാൻ പറഞ്ഞിരിക്കുന്നേ. എങ്കിൽ പിന്നെ അത് വേണ്ട, അങ്ങനെ വല്ലതും നടക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് ആയിക്കോട്ടെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതെവിടെയായിരുന്നു മോളെ? ആ തോട്ടിൽ പൊതിഞ്ഞിരിക്കുകയായിരുന്നു. ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല, നാട് മുഴുവൻ നടത്തിച്ചു. പൈലിയുടെ മോള അമ്മണി എന്നാ പേര്. നിന്റെ അപ്പന്റെ പണിയാ കൊള്ളാവുന്നവരുമായിട്ട് വഴക്കുണ്ടാക്കുക. അവസാനം ഉത്തരം പറയാൻ ഞാൻ കുഞ്ഞു പൊയ്ക്കോ. ഞാൻ അവന്റെ ചേട്ടനാ. അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. അവൻ വന്ന് മാപ്പി ചോദിക്കും. എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? വൃത്തികേട് കാണിച്ചാ മാപ്പി ചോദിക്കണ്ടേ? എന്റെ അപ്പച്ചൻ ആരോട് മാപ്പ് പറയത്തില്ല. വലിയൊരാള് വന്നിരിക്കുന്നു എന്റെ അപ്പനോട് ഉടക്കാൻ. ചിലപ്പോ മാപ്പ് പറഞ്ഞെന്നും വരും. ഒന്നും വരത്തില്ല. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ? എന്താ പറ്റിയാല്? എടി പോടി അപ്പുറത്ത്. നീ പോയൊരു ചായ ഇട്ടുണ്ടോ? എന്നെ കൊണ്ടെങ്ങ് പോയാ ചായ ഇട്ടുണ്ട് വരെ. ഞാൻ വരട്ടെ. ഇരിക്കുന്നു. ഏതായാലും വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ആ സ്ഥിതിക്ക് ഞാനെങ്കിലും മര്യാദ കാണിക്കണ്ടേ? എടി നിന്നോട് ഞാനാണ് പറഞ്ഞത് പോയി ചായ ഇട്ടുകൊണ്ട് വരാൻ. എന്നാ അപ്പച്ചൻ ഇതാ പറയുന്നത്? എന്നെ പറഞ്ഞ് പറ്റിക്കുക. എടീ, ഒരു സിനിമ പോയാൽ വേറൊരു സിനിമ വരും. നിന്നെ സിനിമ കാണിച്ചെന്നാ പോരെ? വൈലിക്കുഞ്ഞെ, നീ ഇന്നലെ ഷാപ്പിൽ വെച്ച് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ? വഴക്കോ? ആരോടെ? ആരെങ്കിലും ആകട്ടെ വഴക്കുണ്ടാക്കിയോ? ഉണ്ടാക്കി കാണും. എന്നാൽ ആ പയ്യൻ ഇവിടെ വന്നിരുന്നു. ആര്? നീ വഴക്കുണ്ടാക്കിയില്ലേ അതേ പയ്യൻ തന്നെ. എന്തിനു വന്നു? ഇന്നലത്തെ ബാക്കി ചോദിക്കാം. അപ്പച്ചോ വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. വൈലിക്കുഞ്ഞെ, നീ നാളെ കാലത്ത് ആ വാലിപ്പറമ്പിൽ വരെ ഒന്ന് പോണം. എന്തിന്? ആ പയ്യൻ അവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ പോയി അവനോട് മാപ്പി ചോദിക്കണം. അച്ഛായ മരത്തൊരക്ഷരവും പറയരുത്. നാളെ തന്നെ പോണം. മനസ്സിലായോ? അച്ഛൻ എന്തായി പറയുന്നേ? ഇത് നല്ല കഥ. ഷാപ്പിൽ വെച്ച് കൊടുക്കാൻ വന്നു, പോരാഞ്ഞിട്ട് വീട് കയറി കൊടുക്കാൻ വന്നു. എന്നിട്ട് അച്ചായൻ പറയാ നീ പറഞ്ഞത് നേരാ. അവൻ പിന്നെയും ഉടക്കാൻ വന്നിരിക്കുക. അപ്പൊ അവനൊരു വെറുതെക്കാരനല്ലെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിചാരിച്ചു. ആരുമില്ലേടാ അവിടെ? അങ്ങേരുണ്ടോ? എന്നാലും ഇങ്ങോട്ട് വിളി. ഉറങ്ങുക. ഉറങ്ങിയാലെന്താ? വിളിച്ച ഉണരത്തില്ലയോ? ഉണരും. എന്നാ ഉണത്തടാ, പോയിട്ട് വേറെ ജോലിയുണ്ട്. ശരി. വരണം പൈലിയാശാൻ. വേണ്ട, ഇങ്ങോട്ട് വന്നാ മതി. അതെന്താ ഇങ്ങോട്ട് കയറുകയല്ലെന്ന് വാശിയാണ്? അച്ചായൻ പറഞ്ഞ് ഇവിടെ വന്നുകൊണ്ട് മാപ്പ് പറയണം. അച്ചായൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വന്നത്. പൈലിയാശാനെ കയ്യൊന്ന് കിട്ടിയാട്ടെ. പൈലി, നിനക്കൊരിക്കലും എന്നെ പിടികിട്ടുകയില്ല, എന്റെ ലക്ഷ്യം പിടികിട്ടുകയില്ല. പക്ഷേ എനിക്കിപ്പോ നിന്നെ അറിയാം, നിന്റെ ദൗർബല്യങ്ങൾ അറിയാം. കുറേശ്ശെയായേ എനിക്ക് നിന്നെ ആവശ്യമുള്ളൂ. വല്ലാത്ത എരിവ്. ആഹാ, അപ്പൊ എരിക്കും അല്ലയോ? എത്ര മുളകരച്ചാലും എരിവില്ല എരിവില്ല എന്നല്ലേ പരാതി. ഇന്ന് ഞാനത് കരുതി മുളകരച്ചു. ആഹാ, എന്നാലും കുറച്ചുകൂടെ കഴിക്കാം. ഒഴിക്കാൻ ഒഴിച്ചു കൊടുക്കടേ, നിറച്ചൊഴിച്ചു കൊടുക്ക്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് പട്ടിണി കിടന്നു എന്ന് പറയരുത്. ഒഴിച്ചു കൊടുക്ക്. മതിയാവുമ്പോ പറയണം. മതിയാകുമെന്ന് തോന്നുന്നില്ല. എന്താ ഒളിച്ചും പതുങ്ങി നോക്കുന്നത്? ഓടാൻ വരട്ടെ. സുശീലയുടെ ഒരു പടം ഞാൻ വരച്ചോട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തത്? എന്തിനാ എന്റെ പടം? കാണാൻ. അത് കാണാൻ കൊള്ളൂല. കാണാൻ കൊള്ളാവുന്നവരുടെ പടമല്ലേ വേണ്ടത്. കാണാൻ കൊള്ളില്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്കറിയാം. എന്തറിയാം?
ഈ പടങ്ങളൊക്കെ എന്ത് ചെയ്യും? വിൽക്കും. കാശ് കിട്ടുവോ? ധാരാളം. ആ കാശൊക്കെ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കാൻ പണം വേണ്ടേ? എന്റെ പടം വരച്ചാൽ വരച്ചാല് എന്റെ പടം വരച്ച് അത് നിൽക്കുവോ? ഇല്ല, നിന്റെ പടം മാത്രം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എന്തിന്? എനിക്ക് കാണാൻ, ചുമ്മാതിരിക്കുമ്പോ എടുത്ത് നോയിക്കൊണ്ടിരിക്കാൻ. കള്ളം, പച്ചക്കള്ളം. എനിക്ക് ഇപ്പോഴും ഒന്നും കേൾക്കണ്ട. ഒരിളക്കം. എന്താ ഇളകിയാല്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഇളകിയാ ചിലപ്പോ കുഴപ്പമാവും. ഞാൻ എന്നെ സഹിച്ചു. നിന്റെ അപ്പച്ചനെവിടെ? ഞാൻ കണ്ടില്ല. ഇവിടില്ലേ? ഇല്ല. വല്യപ്പച്ചനോ? ഇല്ല. ആഹാ, അപ്പൊ അമ്മന് തനിച്ചാന്നോ? ഒരു വൃത്തിയില്ല ഈ പെണ്ണിന്. വേണ്ടേ, ഞഞ്ഞാ മുഞ്ഞ വർത്താനൊക്കെ കൊള്ളാം, മേത്ത് തൊടരുത്. തൊട്ടാലെന്താ? വല്യപ്പച്ചനുണ്ട്. ഇന്നില്ലെന്ന് പറഞ്ഞത്? ചുമ്മാ. വല്യപ്പച്ചോ! എന്താ മോളെ? വൈലിയാശാനെ കണ്ടില്ലല്ലോ. ആ, ഇന്ന് ചന്ദ്രദീസമല്ലേ, അവൻ വെളുപ്പിനെ പോയി കാണും. ഇനി രാത്രി 4 കാലയിൽ ഒരു വരവുണ്ട്. അതിന് വല്യപ്പച്ചന് ഒരു നഷ്ടമല്ലല്ലോ. അപ്പനുണ്ടാക്കുന്ന കാശുണ്ടല്ലേ അപ്പം കുടിക്കുന്നത്. അപ്പൊ പിന്നെ അമ്മിണിയെ കെട്ടിക്കാൻ ആര് കാശ് തരും? അത് ഞാനുണ്ടായിക്കോളും. അതാണ് അവളുടെ ഉദ്ദേശം, അല്ലയോടി? എന്നെ കെട്ടിക്കാൻ ആരും കാശുണ്ടാക്കണ്ട. പിന്നെ എന്നെ കെട്ടിക്കാൻ വേണ്ട. എനിക്കിഷ്ടമുള്ളതിനോട് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോവും. പോവും. നീ ഇത് കണ്ടോ? മുട്ട് കണ്ട് ഞാൻ വെട്ടിയെടുക്കും. പിന്നെ വല്യപ്പച്ചൻ വേണ്ടാത്തൊക്കെ പറഞ്ഞ്. ഇല്ല, നിന്നോട് ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് തിരിച്ചെടുത്തു. ആ, തള്ളയില്ലാതെ വളർന്നതിന്റെ ദൂഷ്യമുണ്ട്. അമ്മിണിയുടെ അമ്മ? അവൾക്ക് അമ്മയില്ല. എന്ന് വെച്ചാല്? പൈലി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം അവനോട് ചോദിച്ചു നോക്ക്. അവന് മാത്രമേ അതിന്റെ സത്യം അറിയാവൂ. അവനോട് ചോദിച്ചാൽ അവൻ പറയും. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ശിക്ഷയും കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് വന്ന കൊല്ലം അന്ന് ഞങ്ങൾ തെക്കോട്ട് പോയി, മുണ്ടകത്തിന്. പൈലി, ഒന്ന് പോയി നോക്കടാ. ആരാടാ അവിടെ? വല്ല പൂച്ചയോ മറ്റോ ആയിരിക്കും.